നാഗത്തിൻ്റെ ഓക്കെ. ഇനി കയറാനുള്ളത് ഈ ആർട്ട് ഗാലറിയിലാണ്. കുടത്തിൽ സിമെൻറ്റ് വർക്ക് അത് സിമെൻറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. മുന്നിൽ തന്നെ രണ്ട് ആർട്ട് വർക്ക് നമ്മളെ വീട്ടിൽ ചെയ്ത അതേ സംഭവം അല്ലേ? ഇത് മനോജ് ശില്പി ചെയ്ത സനൂപ് നമ്മളെ ആട് ജീവിതത്തിലെ സിനിമ ആർട്ടിസ്റ്റാണ്. അവർ ചെയ്തിട്ടുള്ള ഇതാ ഫുള്ളായിട്ട് ചെറിയ ചെറിയ കല്ലാട്ടോ. അതൊക്കെ ഇതാ ഈ ഭാഗം കറുത്ത കല്ലാണ്. ഇത് വേറെ കല്ല്. ഇത് കല്ല് നാച്ചുറൽ കല്ല്. ഇതിൽ കളറൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഒരു കളറുകളും ചെയ്തിട്ടില്ല. ഈ കളർ വരുന്ന കല്ലുകൾ തിരഞ്ഞെടുത്തിട്ട് ഒട്ടിച്ചുണ്ടാക്കിയിട്ടുള്ളതാണ്. ഇതൊക്കെ ശരിക്കും ഒരു വെള്ളാരം കല്ല്, ചുവന്ന കല്ല്, മഞ്ഞക്കല്ലിൻ്റെ ചെറിയ ഇത് പൊടിച്ചെടുക്കണം. പൊട്ടിച്ചിട്ട് ഒരേ വലുപ്പത്തിലുള്ളത് തരിച്ചെടുക്കണതായിരിക്കും അല്ലേ? അടിപൊളി വർക്ക് കിട്ടും. നല്ല ഇഷ്ടം. ഇതിൻ്റെ ചുറ്റുഭാഗം ചെയ്തിട്ടുണ്ട്. ഈ അതിനൊരു ചെങ്കല്ലിൻ്റെ ഒരു ബോർഡറും ചെയ്തിട്ട് അതിലൊരു ശില്പം, ചുമർ ശില്പത്തിൻ്റെ വേറൊരു മോഡൽ അല്ലേ? ഓക്കെ. ഇതിൻ്റെ ചുറ്റുഭാഗം അതാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഉള്ളിലേക്ക് കയറാം. ഉള്ളിലേക്ക് കയറുമ്പോൾ എൻ്റെ എൻട്രൻസ് തന്നെ അതിമനോഹരമാണ്. കല്ലിൽ ആർച്ച് ചെയ്തിട്ട് നല്ലൊരു കണ്ണൂരിലാകുമ്പോൾ കണ്ണൂരിൻ്റെ എന്താ പറയുക തെയ്യം, തിറ, അങ്ങനത്തെ ഒരുപാട് സംഭവങ്ങൾ, ഒരുപാട് ഓർണമെൻറ്റ്സ് അല്ലേ, ജ്വല്ലറികൾ. ഇവിടുത്തെ ശില്പിയുണ്ട് മനോജ് സാറ്. മനോജ് സാറ് ഏറ്റവും വലിയ ഇവിടെ ശിവനെ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഞങ്ങൾ കണ്ടു ഒരു ശിവവിഗ്രഹം, വലിയ അദ്ദേഹത്തിൻ്റെ ശില്പങ്ങളായിരുന്നു ഇതല്ലേ? ഇത് നമുക്ക് ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. പിന്നെ നമ്മളെ ചെങ്കല്ലും കല്ലും കൂടി വരുമ്പോഴാണ് ഈ ശില്പങ്ങൾക്കൊക്കെ ജീവൻ വരുന്നത് അല്ലേ? ഓക്കെ. അപ്പോൾ ഈ ഒരു ഗാലറിൻ്റെ 4 ഭാഗവും ഇതുപോലെ നടന്ന് കാണേണ്ട കാഴ്ചകൾ തന്നെയാണ്. പിന്നെ ഇവിടുത്തെ ഒരു അന്തരീക്ഷത്തിനെ പറ്റി ഒരു 2 വാക്ക് പറയേണ്ടതുണ്ട് അല്ലേ? അന്തരീക്ഷം ഇവിടേക്ക് ഒരു കൂളിംഗ് അല്ലേ? ഒരു നാച്ചുറൽ ആയതുകൊണ്ട് തന്നെ ഒരാശ്രമം പോലെ അതെ, ഒരാശ്രമം പോലത്തെ ഒരു ഫീലിംഗ് ഇവിടെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സീറ്റിംഗ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇതാണ് അവർ ചെയ്തിട്ടുള്ളത്. ഇവിടെ 4 ഭാഗം ഇത് വെച്ചിട്ടുണ്ടല്ലോ അതിൻ്റെ.